ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമ്മൾ നമുക്ക് വേണ്ടി എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് കരുതുന്നത്? പൈസയുടെ കാര്യമൊന്നും ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? അതെ അതെ, പൈസ വേണം ജീവിക്കാൻ. എന്നാൽ പൈസയേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കാനൊക്കെ നമുക്ക് എന്ത് വേണം? കുറച്ചധികം സമാധാനവും സന്തോഷവും വേണമല്ലേ? ഓക്കെ, കുറച്ച് സമാധാനം സന്തോഷമൊക്കെ കടയിൽ പോയി വാങ്ങാൻ പറ്റുമോ? ഇല്ല അല്ലേ? സോ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു നർച്ചർ അവർ സെൽഫ്. നമ്മൾ സ്വയം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക, കുറച്ച് നമ്മൾക്ക് വേണ്ടി കുറച്ച് നറിഷ്മെൻറ്റ്സ് കൊടുക്കുക. കുറച്ചൊക്കെ സപ്ലിമെൻറ്റ്സ് എടുത്ത നറിഷ്മെൻറ്റ് കിട്ടുമല്ലേ? ഓക്കെ, വിൽ ഗോ ആൻഡ് ബൈ സം സപ്ലിമെൻറ്റ്സ് എന്ന് ചിന്തിക്കും. സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുളിക രൂപത്തിൽ കിട്ടുന്നത് മാത്രമല്ല, നമ്മൾ നമ്മൾക്ക് വേണ്ടി കണ്ടെത്തുന്ന കുറച്ച് സമയമില്ലേ, അതൊക്കെ നമ്മുടെ ബോണസ് സപ്ലിമെന്റ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കേട്ടോ. എല്ലാവരും പലരുടെ ജീവിതത്തിലും ലൈറ്റ് ഹൗസുകളാണല്ലേ. എത്ര നാൾ എത്ര നാൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ലൈറ്റ് ഹൗസായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും? എത്ര നാൾ നമ്മൾ പ്രവർത്തിക്കും? കാരണം നമ്മൾക്ക് ലൈറ്റ് ഹൗസ് ആവാൻ ചിലപ്പോൾ ആരും തന്നെ ഉണ്ടായിന്ന് വരില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ലൈറ്റ് ഹൗസായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നമുക്ക് വഴികാട്ടിയാവാനോ നമ്മൾക്ക് കുറച്ച് വെളിച്ചം പകരാനോ ചില സമയത്ത് ആരും തന്നെ ഉണ്ടാവില്ല. ആരും തന്നെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടില്ല അല്ലേ? സോ വാട്ട് വി ഹാവ് ടു ഡു? നമ്മൾ നമുക്ക് തന്നെ ലൈറ്റ് ഹൗസ് ആവണം. കുറ്റാ കൂരിരുട്ട്, എവിടേക്ക് പോകണമെന്ന് അറിയില്ല, വഴിയൊന്നുമില്ല. കരഞ്ഞു തളർന്ന് മതിയായി. ആര് കൈപ്പിടിച്ചുയർത്തും? നമ്മളെ നമ്മൾ തന്നെ കൈപ്പിടിച്ചുയർത്തണം. നമ്മളെ സ്നേഹിക്കുന്നവർക്കും സന്തോഷങ്ങളില്ലേ? നമ്മളെ സ്നേഹിക്കുന്നവർക്കും അവരുടേതായ ജീവിതമില്ലേ? അതുകൊണ്ട് അവരുടെ ജീവിതം അവർക്ക് വിട്ടു നൽകി നമ്മുടെ ജീവിതം നമ്മൾ തിരിച്ചു പിടിക്കണമെന്നേ. കുറേ ആൾക്കാർ നമുക്ക് പാക്കറ്റ് ഓഫ് ഹാപ്പിനെസ് കൊണ്ടുതരുമെന്ന് വിചാരിച്ച് നമ്മൾ അവരിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെന്താ ഫലം? നിരാശ. അത്ര തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ നമുക്ക് ലൈറ്റ് ഹൗസ് ആവാം? നമ്മൾ എങ്ങനെ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാം? കുറേ പരോപകാരം ചെയ്ത് വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾക്കാണ് ഞാൻ ഈ പറയുന്നത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് തോന്നുന്നു. കാരണം അവരെ തന്നെ മറന്നിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത്. എസ്പെഷ്യലി പണ്ടത്തെ പണ്ടത്തെ അമ്മമാരെന്ന് പറഞ്ഞാൽ അവരെ മറന്നിട്ട് കുറെ വീടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ്. അവരുടെ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ്. ഭർത്താവിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ്. സോ ദേ മൈറ്റ് ബി തിങ്കിങ് ദിസ് ഈസ് മൈ ലൈഫ്. ഇതാണ് മറ്റുള്ളവർക്ക് വേണ്ടി പരോപകാരം ചെയ്ത്, മറ്റുള്ളവർക്ക് വേണ്ടി പരോപകാരം എന്ന് പറയില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ തന്നെ നർച്ചർ ചെയ്യാം എന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ഒരു കൂട്ടം ജനറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സെൽഫ് ലവിനെ പറ്റിയൊക്കെ കേട്ട് നമ്മൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് മനസ്സിലാക്കിയ പുതിയ തലമുറയും ഉണ്ടല്ലേ. അപ്പോൾ പുതിയതെന്നും പഴയതെന്നും വേർതിരിവില്ലാതെ ഞാൻ പറയാണ്, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണമെന്നേ. നമ്മളെ തന്നെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ അതിനു വേണ്ടി വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ ഗവേഷകരോ ഒന്നും ആവണമെന്നില്ല. ഒരു കുഞ്ഞു പൂമ്പാറ്റയെ കണ്ട് അതിൻ്റെ ചിറകടി കേട്ട് കുഞ്ഞു കാറ്റിനോട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വയം സ്നേഹിക്കാം. ആരും പോകാത്ത വഴികളിലൂടെ സഞ്ചരിക്കാനൊന്നല്ല കേട്ടോ പറയുന്നത്. എല്ലാവരും പോകുന്ന വഴികളിലൂടെ സ്വയം ആസ്വദിച്ച് ജീവിക്കാനാണ് ഞാൻ പറയുന്നത്. നമുക്ക് ചുറ്റും പച്ചിലകളും നല്ല തണുത്ത കാറ്റും നല്ല ഭംഗിയുള്ള ചുമന്ന സൂര്യനും ഉണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നില്ല. കാരണം എന്താ? കാലത്ത് എണീറ്റ് അടുക്കളയിൽ കയറണം, അല്ലെങ്കിൽ കാലത്ത് എണീറ്റ് അന്ന് ചെയ്യാനുള്ള ഓഫീസ് വർക്ക് നമ്മൾ ആലോചിച്ചിരിക്കണം. അതുമല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ ആലോചിക്കണം. അതുമല്ലെങ്കിൽ ജീവിതത്തിൽ പെട്ടെന്ന് കടന്നു വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് തളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ പച്ചപ്പും ഹരിതാഭയും ഒന്നും കാണാൻ അവിടെ സമയമില്ല. സമയം മുഴുവൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കണ് നമ്മുടെ ട്രോമയിലും നമ്മുടെ ഡേ ടു ഡേ ഡിഫിക്കൽട്ടീസിലുമാണ് അല്ലേ? സോ ഓപ്പൺ യുവർ ഐസ് ആൻഡ് ലുക്ക് അറൗണ്ട്. നമ്മൾക്ക് ഭയങ്കര സ്ട്രെസ്സ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നല്ലേ? ഇന്ന് വായിച്ച 1 2 3 4 റൂൾസ് ഉണ്ട്, ഒന്ന് പറഞ്ഞു തരട്ടെ. ഇതാണ് റൂൾ കേട്ടോ. പെട്ടെന്ന് നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ എങ്ങനെ രക്ഷപ്പെടും എന്നറിയാണ്ട് ഇരിക്കുമ്പോൾ പ്രൂവൺ ആയിട്ടുള്ള 5 ടെക്നിക്സിൽ ഒരെണ്ണമാണ് ഇപ്പം നിങ്ങളോട് പറയുന്നത്. 5 4 3 2 1. എന്താണ് ഫിഫ്ത്ത് തിങ് എന്ന് പറയാം? ജസ്റ്റ് ഐഡൻറ്റിഫൈ തിങ്സ് യു ക്യാൻ സീ.
നമുക്ക് ഭയങ്കര സ്ട്രെസ് വരുമ്പോൾ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം മൊമെന്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു സെൻസറി അവെയർനെസ് ടെക്നിക്കാണ് ദാറ്റ് ബ്രിങ്സ് ബാക്ക് യു ടു ദ പ്രസൻറ്റ്. നമ്മൾ പാസ്റ്റ് ലൈഫ് ട്രോമയിലോ അല്ലെങ്കിൽ കടന്നു പോകുന്ന വിഷമത്തിലോ കൊണ്ടുപിടിച്ച് വിഷമിച്ചിരിക്കുക. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് 5 തിങ്സ് യു ക്യാൻ സീ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചുറ്റിലുമുള്ള 5 സാധനങ്ങളെ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഐ ക്യാൻ സീ ദ സോഫ, ഐ ക്യാൻ സീ ദ ടി വി, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് 4 തിങ്സ് യു ക്യാൻ ടച്ച്. 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങൾ. ആൻഡ് 3 തിങ്സ് യു ക്യാൻ ഹിയർ. 3 ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന 3 ശബ്ദങ്ങൾ. 2 തിങ്സ് യു ക്യാൻ സ്മെൽ. 2 കാര്യങ്ങൾ, 2 മണം നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന 2 മണം. ആൻഡ് 1 തിങ് യു ക്യാൻ ടേസ്റ്റ്. അറ്റ് ദ മൊമെൻറ്റ് നിങ്ങളുടെ ആ സ്ട്രെസ്സിൽ നിന്ന് പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ മാറിയിരിക്കും. എന്നിട്ട് വാട്ട് യു ഹാവ് ടു ഡു? നമ്മൾ കൂലാക്കുക, മൈൻഡിനെ കൂലാക്കുക. മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുക. നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. വാട്ട് ആർ ദ റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് കുറച്ചൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നേ. എന്നിട്ട് ഫൈൻഡ് ചെയ്യുക. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ഇതൊക്കെ നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് മാത്രമല്ല, നമ്മൾ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നല്ല മനസ്സമാധാനമായിരിക്കും. നമ്മൾ ആർക്കും സ്ട്രെസ് ഒന്നും കൊടുക്കുന്നില്ല, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. സോ വാട്ട് വിൽ ഹാപ്പൻ? ഹാപ്പിനെസ് ഇസ് ഓൾ ആൻഡ് അറൗണ്ട് ദ ഹൗസ്. നമ്മുടെ മക്കളിലേക്കും ആ സന്തോഷം പകർന്നിരിക്കും, ഉറപ്പാണ്. പെട്ടെന്നുണ്ടാവുന്ന ചില സിറ്റുവേഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കൂ. അപ്പം നമ്മൾ പണ്ട് തൊട്ടേ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണ ആളാണെങ്കിൽ, നമ്മളിൽ കുറച്ചൊക്കെ നർച്ചറിങ് നമ്മൾ തന്നെ കണ്ടെത്തുന്ന ആളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രൗണ്ട് ചെയ്യാൻ പറ്റും, സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് മനസ്സ് മടുപ്പിച്ചിരിക്കുന്ന ആളാണ്, നമ്മൾക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണെന്ന് വെച്ചാൽ ഭയങ്കര ടഫാണ് സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ, അല്ലേ? സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് ഇൻസ്പയർ യുവർ സെൽഫ്. നമ്മൾ നമ്മളെ തന്നെ ഇൻസ്പയർ ചെയ്യാം. ധാരാളം വീഡിയോസ് കിട്ടും, ധാരാളം വായിക്കാനും കിട്ടും. സമയമില്ലെന്നൊന്നും ഓർക്കണ്ട, സമയം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ചെയ്യുന്നെ വേണം. നമുക്ക് വേണ്ടി 24 hours ഹാഫ് ആൻ അവർ, അതുമല്ലെങ്കിൽ 15 മിനിറ്റ്സ്, 15 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി നമ്മൾ ചിലവാക്കണം. 15 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ നമുക്ക് വേണ്ടി എക്സസൈസ് ചെയ്യണം. അത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം, ഒരു 30 മിനിറ്റ്സ് എങ്കിലും. നല്ല ഫുഡ് കഴിക്കണം, അതായത് നല്ലോണം ഫുഡ് കഴിക്കണം എന്നല്ല, ഹെൽത്തി ഡയറ്റ് ആയിരിക്കണം. പിന്നെ ഉറക്കത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ, നന്നായിട്ട് ഉറങ്ങണം. അതായത് നമ്മളുടെ ആ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് എത്ര സ്ലീപ്പ് നമുക്ക് വേണോ, സോ യു ഹാവ് ടു സ്ലീപ്പ് ദാറ്റ് മച്ച്. അത്രയും ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ചില ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇവരൊക്കെ കൂടെ മിങ്കിൾ ചെയ്താൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിൽ, വൈ വി ഷുഡ് കണ്ടിന്യൂ ദ റിലേഷൻഷിപ്പ് ഫോർ സമ്മൺ സേക്ക്? നമ്മൾ ആർക്കോ വേണ്ടി ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അല്ലേ? സോ വാട്ട് വി ഹാവ് ടു ഡു, സെറ്റ് ബൗണ്ടറീസ്. നമുക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മളെ സൺഷൈനായിട്ട് ലൈഫിൽ കരുതുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സന്തോഷമായിട്ടിരിക്കണ്ടേ, അല്ലേ? നമ്മൾ സൂര്യപ്രകാശം സ്വീകരിക്കുക. അതുപോലെ മറ്റുള്ളവരുടെ ലൈഫിലും ലൈറ്റ് ഹൗസ് ആവണമെങ്കിൽ നമ്മളുടെ ഉള്ളിലും എന്തുണ്ടാവണം? നമ്മളുടെ ഉള്ളിലും സന്തോഷം ഉണ്ടാവണം, അല്ലേ? സോ ബി ഹാപ്പി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. സന്തോഷമായിരിക്കുക, അനുഗ്രഹീതരായിരിക്കുക. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. സന്തോഷവും സ്നേഹവും സമാധാനവും നിങ്ങളിൽ തന്നെ നർച്ചർ ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. ജിത, ടേക്ക് കെയർ.